UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ ഏറ്റവും ആദ്യത്തെ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. VD സതീശൻ ഏതാണ്ട് ഒരു 1.25 മണിക്കൂർ എടുത്തിട്ടാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മുഖ്യമന്ത്രി തന്നെയാണ് ധനവും കൈകാര്യം ചെയ്യുന്നത്. പ്രമുഖമായിട്ടുള്ള വകുപ്പുകൾ ധനവും തുറമുഖവും ഒക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. സാധാരണ മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ ആഭ്യന്തരം കയ്യിൽ വെക്കാറുണ്ട്. പക്ഷേ ആഭ്യന്തര വകുപ്പിന് വേണ്ടി ഇത്തവണ രമേശ് ചെന്നിത്തലക്ക് അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ബഡ്ജറ്റ് അത്രയും വലിപ്പമില്ല ഈ ബഡ്ജറ്റിന്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായ ബഡ്ജറ്റ് 2,17,000 കോടി രൂപയുടെ ആണെങ്കിൽ ഏതാണ്ട് 12,000-15,000 കോടി രൂപ കുറവായിട്ടാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഞാൻ മുഴുവൻ ഡോക്യുമെൻറ്റുകളും പരിശോധിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തംബ്നെയിലിൽ ഒരു എത്തിനോട്ടം എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഇട്ടിട്ടുള്ളത്. വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുമായി പിന്നീട് വരാം. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 20,000 കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. 1,84,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചറാണ് കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഉണ്ടായത് 1,84,000 കോടി രൂപയാണെങ്കിൽ ഇത്തവണ ഏതാണ്ട് 1,69,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചറേ കാണിച്ചിട്ടുള്ളൂ. ഇത്തവണത്തെ ബഡ്ജറ്റും 2 ലക്ഷം കോടിയിൽ ചില്ലാനും വരുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ബഡ്ജറ്റിൻ്റെ ടോട്ടാലിറ്റിയിലും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിലും ഒക്കെ തന്നെ 10,000 കോടി 20,000 കോടി രൂപയുടെ കുറവുണ്ട് എക്സ്പെൻഡിച്ചറിലൊക്കെ തന്നെ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കുന്നതിനുള്ള പ്രൊജക്റ്റുകൾ അദ്ദേഹം വലിയ തോതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊക്കെ തന്നെ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് BCC വിത്ത് രതീഷ് ചക്രവാണിയിൽ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് പറഞ്ഞോട്ടെ. കൂടാതെ പൊതുമേഖലയിൽ 38,000 കോടി രൂപയുടെ നഷ്ടമുണ്ട്. ആ നഷ്ടത്തിന് വേണ്ടി മറ്റ് ബദൽ മാർഗങ്ങൾ കൂടി ആലോചിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മിക്ക പ്രൊജക്റ്റുകളിലും തന്നെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണാം. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെ വിൽക്കുന്നതിന് ഒരു മുന്നോടിയായിട്ട് കൂടിയാണോ ഈ ബഡ്ജറ്റ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 1990കളിലൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ലിബറൽ പോളിസികളുമായി വന്നിട്ടുള്ള ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഭാഗമായി വന്നിട്ടുള്ള ബഡ്ജറ്റുകളുടെ ഏതാണ്ട് അതേ രീതിയിൽ തന്നെയുള്ള ഒരു ബഡ്ജറ്റാണിത് എന്നുള്ളത് ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം അതാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. കൂടാതെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം തന്നെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള പണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ വലിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നിങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ ഒരു ജനപ്രിയ ബഡ്ജറ്റ് എന്നൊന്നും വിളിക്കാൻ പറ്റാത്ത, എന്നാൽ ഈ പറയുന്ന പോലെ മിക്സറായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് ചില എതിരഭിപ്രായങ്ങളുണ്ട്. കാരണം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകവും അതുപോലെ തന്നെ വരവും അതുപോലെ തന്നെ ചിലവും ഒക്കെ കാണിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടക്കാത്തൊരു കാര്യം, ഇതിൻ്റെ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു സ്ക്രൂട്ടറി ഉണ്ടാവുകയോ അനാലിസിസ് ഉണ്ടാവുകയോ ഈ ബഡ്ജറ്റിൽ എത്രത്തോളം കാര്യങ്ങൾ വകയിരുത്തി നടത്തി എന്നുള്ളതൊക്കെ അവലോകനം ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും ഒക്കെ തന്നെ ഒരു ന്യായീകരണമായിട്ട് ഉന്നയിക്കുന്നത്. കാരണം ഞങ്ങൾ ഏറ്റവും ആദ്യം എക്സ്പെൻഡിച്ചറിൽ തന്നെ വളരെ യാഥാർത്ഥ്യത്തോടുകൂടി കുറച്ച് കാണിച്ചിരിക്കുന്നു. അല്ലാതെ ഞങ്ങൾ ആദ്യം പണം അനുവദിക്കുകയും പിന്നീട് 50% വെട്ടിച്ചുരുക്കുകയും ചെയ്യില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കൃഷി അനുബന്ധ മേഖലകളിലേക്ക് കേവലം 1,300 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ മത്സ്യവിപണനം നടത്തുന്ന സ്ത്രീകൾക്ക് സ്കൂട്ടർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കിഫ്ബി പൊളിച്ചു പണിയും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ കിഫ്ബി പൊളിച്ചു പണിയുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് പദ്ധതികൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനൊന്നും ക്ലാരിറ്റിയോടുകൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മിഷൻ സമുദ്രക്ക് 400 കോടി രൂപ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കലായി നടപ്പാക്കുമെന്നറിയില്ല. അടച്ചിട്ട കമ്പനികൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 400 കോടി രൂപയുടെ പദ്ധതി ഉണ്ടാകും. അത് ബാങ്കുകളുമായി സഹകരിച്ചായിരിക്കും എന്നുള്ളതൊക്കെയാണ് കാണുന്നത്. പിന്നെ നിരവധി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇവർ നടപ്പിലാക്കിയിട്ടുള്ള ഈ പറയുന്ന ഇവർ ഗ്യാരണ്ടിയായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നും നടപടി എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 3,000 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാക്കിയിട്ടില്ല. വേണമെങ്കിൽ പക്ഷേ ഒരു ന്യായീകരണം പറയാം, 5 കൊല്ലം കൊണ്ടാണ് ഞങ്ങൾ ആക്കാൻ പോകുന്നതെന്ന് പറയാം. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ സൗജന്യ യാത്രകൾക്ക് വേണ്ടി, പ്രിയദർശിനി സൗജന്യ യാത്രകൾക്ക് വേണ്ടി 600 കോടി രൂപ
മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് അതെന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി നോക്കിക്കൊണ്ടിരുന്നത്. ആരോഗ്യ ഇൻഷുറൻസിലേക്ക് കേവലം 10 കോടി രൂപ മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കേരള ബഡ്ജറ്റിൻ്റെ വേണമെങ്കിൽ ഏതാണ്ട് 1/3 മാറ്റിവെച്ചാൽ, സാധാരണ ഒരു ബഡ്ജറ്റിൽ നിന്ന് ആരോഗ്യ മേഖലക്ക് 12,000 കോടി രൂപയൊക്കെയാണ് മാറ്റിവെക്കാറുള്ളത്. ആ 12,000 കോടി രൂപയുടെ ഒരു 3 ഇരട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രീമിയം അടച്ചുകൊണ്ട് ഇവർ പറഞ്ഞ ഒരു പദ്ധതി പൂർത്തിയാവുള്ളൂ. ആ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ കുടുംബത്തിനും ഇതുപോലെ ഓരോ അംഗങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ പോളിസിയാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളോ ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള ക്ലിനിക്കുകളോ ഒന്നും ആവശ്യമില്ല. കാരണം ആളുകളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചോളും. അപ്പോൾ അത് നടപ്പാക്കണമെങ്കിൽ തന്നെ ഒരു 30,000-40,000 കോടി രൂപയുടെയൊക്കെ പ്രീമിയം ഗവൺമെൻറ് അടക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെറും 10 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഇറങ്ങിപ്പോകാനുള്ള 5ാമത്തെ കൊല്ലമാണോ ഇവർ ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്? ഇതെങ്ങനെ നടപ്പാക്കും എന്നുള്ളതൊക്കെ വലിയ സംശയകരമായിട്ടുള്ള കാര്യമാണ്. നടപ്പാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ ഹോസ്പിറ്റൽ ലോബിയുമായിട്ടുള്ള വലിയ ബന്ധങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെങ്കിലും അത് സംഭവിച്ചിട്ടില്ല. പകരം 10 കോടി രൂപ മാത്രമാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇപ്പോൾ KSRTCക്ക് എന്താണെങ്കിലും പ്രിയദർശിനി യാത്രയുമായി ബന്ധപ്പെട്ട് 600 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ തന്നെ ചില പ്രൊജക്റ്റുകൾ, പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം എക്സിക്യൂഷനിൽ വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ എപ്പോഴും ഉള്ള പ്രധാനപ്പെട്ട കാര്യം, ഇതേപോലെ തന്നെ ഗൗരവത്തിൽ നമ്മൾ ഇതിൻ്റെ വർക്ക് എന്തോരമായി എന്ന്, ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ എന്തോരം വരെ ആയിരുന്നു 3 മാസം കഴിയുമ്പോൾ, 6 മാസം കഴിയുമ്പോൾ, 9 മാസം കഴിയുമ്പോൾ, 12 മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതാണ്. അതുണ്ടാവാറില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ബഡ്ജറ്റിലൂടെ വലിയ പ്രഖ്യാപനങ്ങൾ, പ്രൊജക്റ്റുകളൊക്കെ തന്നെ അങ്ങോട്ട് പ്രഖ്യാപിക്കുമെന്നുള്ളത് മാത്രമാണ് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിലെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമുണ്ട് എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ടോട്ടൽ പോളിസി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കും. ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഇവിടെ പോർട്ട് സിറ്റി ആക്കണം കേരളത്തെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സമുദ്രത്തിലൂടെയുള്ള യാത്രകൾ, അതുപോലെ ചരക്ക് നീക്കങ്ങൾ, അതെല്ലാം വലിയ തോതിലുള്ള ഒരു പദ്ധതിയായി വരുന്നു. ഈ പദ്ധതിയുടെയൊക്കെ പിന്നിൽ ചില കോർപ്പറേറ്റുകളെ സഹകരിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഞാൻ പറഞ്ഞു വെക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് കൂടി BCC വിത്ത് രതീഷ് ചക്രവാണി എന്ന് പറയുന്ന നമ്മുടെ പുതിയ ചാനലിൽ വരുന്നുണ്ട്. കൂടാതെ ഇതിൽ 38,000 കോടി രൂപയുടെ നഷ്ടം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പ്രൈവറ്റൈസ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കൂടി ഗവൺമെൻറ് നീങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നവ ഉദാരവൽക്കരണ കാലത്ത് പണ്ട് കോൺഗ്രസ് ഒക്കെ അവതരിപ്പിച്ചിരുന്ന ബഡ്ജറ്റുകളുടെ നിലവാരത്തിലേക്കുള്ള ചിന്തകളുള്ള ഒരു ബഡ്ജറ്റാണ് ഇത് എന്നുള്ളത് ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞു വെക്കട്ടെ. അതിൻ്റെ പിന്നിൽ ചില വെസ്റ്റഡ് ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവുമെന്നും, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിശയോക്തിയൊക്കെ തോന്നാം. പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്.